പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഞ്ഞിക്കുഴി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇത്തവണ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്ന ഒരു റോബോട്ടിനെയാണ്. ഈ റോബോട്ടിന്റെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനപ്പെട്ട മന്ത്രി ഈ വേദിയിൽ നിർവഹിക്കുന്നതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതിന് ചവറിന് സ്റ്റൈലിടാൻ പോണം. നിന്റെ കരണക്കുറ്റി അടിച്ച് ഞാൻ പൊട്ടിക്കുന്നു. എന്റെ പൊന്നുമോനെ സൈമ, ഇത് വേദിയിലേക്കുള്ള കസേരയല്ലേ പറഞ്ഞത്? എടാ, അവിടെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ചോദിക്കേണ്ട വല്ല കാര്യങ്ങളുണ്ടോ? അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും പ്രമുഖ വ്യക്തികളും അലങ്കരിക്കുന്ന ഈ വേദിയിൽ ഒരു പട്ടികേറിയിരിക്കുന്നു. ഞാൻ അറിഞ്ഞില്ല അച്ഛനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്റെ കവിതയുടെ കാര്യം. കവിത എന്താ? കവിത ഉണ്ട്. പ്രിയമുള്ളവർ, ഇദ്ദേഹം നമ്മുടെ കമ്മിറ്റിക്കാരൻ മാത്രമല്ല, ഇദ്ദേഹം നല്ലൊരു കവി കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ഇദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ചൊല്ലിക്കോട്ടെ. സ്റ്റാർട്ട് ചെയ്തോ? പ്രിയമുള്ളവരെ, മഹാകവി ബാബു അന്നണിയുടെ അമ്മയെ കണ്ണു തുറക്കൂ അല്ലെങ്കിൽ ചവിട്ടി തുറക്കും എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കമ്പിപ്പാര കൊണ്ട് അടർത്തിയെടുത്ത ഏതാനും ചില വരികളാണ് ഞാനിവിടെ വെച്ച് കീച്ചാൻ പോണത്. പശുവേ കിളി പിടിച്ചു, പശുവേ കിളി പിടിച്ചു. നീ എന്താ ചൊല്ലണത്? പശുവേ കിളി പിടിച്ചെന്താ? പ്രിയ കലാസ്നേഹികളെ, എന്റെ പുതിയ കവിതയുടെ പേരാണ് പശു വെകിളി പിടിച്ചു. വാഗമരച്ചുവട്ടിൽ നിന്നെയും കാത്തു നിൽക്കേ. എന്തൊക്കെയുണ്ട് വിശേഷം? നിന്നെയല്ല ഞാൻ ആസ്വദിച്ചതല്ലേ, നീ കവിതയല്ലേ? കണ്ടു ഞാൻ നിന്റെ തന്തയുടെ തനി സ്വരൂപം. എന്റെ തന്തക്കേറി വിളിക്കരുത്. ക്ഷമിക്കണം, അതില്ലാത്തവർ ഞാൻ വിളിക്കാറില്ല. വാടി വാടി. നീ ആരെടാ ഈ വാടി വാടി എന്ന് പറഞ്ഞ് വിളിക്കണത്? വാടി കരിഞ്ഞുപോയൻ സ്വപ്നങ്ങൾ പൊട്ടി പൊട്ടി. നീ ആരെടാ ഈ പൊട്ടി പൊട്ടി വാടി വാടി എന്ന് പറഞ്ഞ് വിളിക്കണത്? പൊട്ടി കരഞ്ഞുകൊണ്ടു ഞാൻ പാടുന്നു. കൊന്നേ കൊന്നേ. മഹാഭാവി, നീ ആരെ കൊന്നുകൊണ്ടാണ് ഈ വേദിയിലേക്ക് കയറി വന്നേക്കണത്? കണിക്കൊന്നേ വിടരു 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 വിടരു. അതെ, നിന്റെ വിടർത്തലൊക്കെ മതിയാക്കാന്നിട്ട് വേഗം സ്ഥലം വിടാം. മാപ്പ്. ആ മാപ്പ് തന്നിരിക്കുന്നു. പോ. അതല്ല എന്റെ അടുത്ത കവിത. ഇനി എന്റെ കവിത കോപ്പ് വേഗം ചൊല്ലാൻ നോക്ക്. മകനേ, ഇത് ഇന്ത്യയുടെ ഭൂപടം. കണ്ട ഈ മൊട്ടോംലേറ്റ് പോലെ ഇന്ത്യ. എടാ, നീ എന്നെ പഠിപ്പിക്കേണ്ട കവിത. മകനേ, ഇത് ബർമ്മയുടെ ഭൂപടം. കണ്ട ഈ ബെർമൂട ഉണക്കാനിട്ടേക്കുന്നത് പോലെയാണ് ബർമ്മ. അതാണ് ബർമ്മ. മോനെ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാമോ? എന്തിനാണോ ചവിട്ടിയത്? മകനേ, ഇതെന്റെ കാലിന്റെ ഭൂപടം. ഇനി കൈയുടെ ഭൂപടം ഉണ്ടായിരിക്കും. സ്ഥലം പെടാൻ നോക്കണം. വേറെ കാര്യം, ഇവിടെ പുറകിൽ ഒരു പുള്ളി വന്നിട്ടുണ്ട്. ഏത് പുള്ളി? മാസ്റ്റർ. ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ടതകൾ ഓരോരുത്തരെ എത്തിക്കഴിഞ്ഞു. ആദ്യമായി ഈ വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ മുൻകാല പഞ്ചായത്ത് പ്രസിഡന്റും നല്ലൊരു പ്രാസംഗികനും വാഗ്മിയുമായ ശ്രീമാൻ സരസപ്പൻ മാസ്റ്ററാണ്. സരസപ്പൻ മാസ്റ്റർ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. എങ്ങനെ പോയടാ? ഇവിടെ വന്നോണ്ടിരിക്കണം. മാഷ് പെട്ടെന്ന് പ്രസംഗം ആരംഭിക്കാൻ നോക്ക്. നമസ്കാരം. നാളെ ഒരു ദിവസം കുറച്ച് പിള്ളേരെ കൂടി വീട്ടിൽ വന്നായിരുന്നു. അവർ എന്നോട് പറഞ്ഞു, മാഷ് ഇവിടെ വരെ വരണം, മാഷ് ഇവിടെ ഒന്ന് വരണം, മാഷ് ഒന്ന് ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞായിരുന്നു. മനസ്സിലായി എന്നവർ പറഞ്ഞിരുന്നു. ഞാനിവിടെ വന്നു, ഞാൻ പോണു. അയ്യോ മാഷ, അങ്ങനെ പോവല്ലേ. മാഷിക്ക് വന്നേ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗാനമേളയില്ലേ, അതിനകത്ത് ഓർക്കസ്ട്രയൊക്കെ അറേഞ്ച് ചെയ്തേക്കണ മാഷല്ലേ. ഓർക്കസ്ട്രക്കാര് വരുമോ? ഓട്ടോറിക്ഷക്കാർ വരും. ഇവിടെ പരിപാടി കാണാൻ മാഷ്. നമ്മുടെ ഗാനമേളക്ക് തബലയൊക്കെ ഉണ്ടോ? തവള പിടിക്കാറുണ്ട്. നല്ല സെറ്റപ്പ് അല്ല? അല്ല മാഷ, വയലിൻ. വയലിൻ നല്ല തവള പിടിക്കണേ. എന്റെ മാഷ, ഗിറ്റാറുണ്ടോ? ഗിറ്റാറുണ്ടോന്ന് വല്ല കയ്യും കണക്കുണ്ടോടാ തവള കിട്ടണേ? അല്ല മാഷ, ഓർഗൺ ഉണ്ടോന്ന്? ഓർഗൺ ഉണ്ടോന്ന് നിന്നൊക്കെ മറക്കാൻ പറ്റൂടാ? എന്റെ മാഷെ, ഹാർമോണിയം. 6 മണിക്ക് ഓട്ടോറിക്ഷക്കാരൊക്കെ ഞാൻ പോണു. അതെ, ഒരു പടി മാഷ് പോലെ. മാഷാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ. മാഷൊന്ന് പ്രഖ്യാപിക്കേ. നീ അങ്ങോട്ട് പ്രഖ്യാപിക്കടാ. ഞാൻ പറയുന്നത് പോലെ മാഷൊന്ന് പറയോ? ശ്രദ്ധിച്ചു കേട്ടോ. പ്രിയമുള്ളവരെ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഞാനാണ്. ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഇവനാണെന്ന് ഇവൻ പ്രഖ്യാപിക്കുന്നു. മാഷാണെന്ന് മാഷ് പ്രഖ്യാപിക്കേ. നീയാണെന്ന് നീ പ്രഖ്യാപിക്കേ. അവിടെ പോയി ഇവിടെ അവിടെ പോയി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണ്ട്. മറ്റേ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് സംഭവം? ഏലമ്മ ടീച്ചർ. ഏലമ്മ ടീച്ചർ നീ പോയിക്കോ, ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് എത്തുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഏക മഹിളാ രക്തം, യുവാക്കളുടെ രോമാഞ്ച കൊഞ്ചുകമായി മാറിയ ശ്രീമതി ഏലമ്മ ടീച്ചറാണ്. ഏലമ്മ ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സാദരം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അല്ല, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഞാൻ ഈ പഞ്ചായത്തിലെ ഒരു വനിതാ മെമ്പർ ആണെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ വനിതകളുടെ മാത്രം മെമ്പർ അല്ല.
മാത്രമല്ല നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ കൂടി മെമ്പറാണ്. അങ്ങനെയുള്ള ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം വികസന പരിപാടികൾ ഇവിടെ നടക്കുവാനുണ്ട്. അതിനുവേണ്ടി പ്രസംഗിക്കാറായിട്ടില്ല. അങ്ങനെ സമയമാകുമ്പോ ഞാൻ വിളിക്കാൻ. ടീച്ചർ അവിടെ പോയിരിക്കും. വിളിക്കണം കേട്ടോ. മന്ത്രി വന്ന് മന്ത്രി എത്തിയാ എടാ ഓലപ്പടക്കത്തിന് തീ കൊളുത്തിട്ട് മന്ത്രിയുടെ പെട്ടെന്ന് ഇങ്ങോട്ട് ആനയ്ക്ക്. പ്രിയമുള്ളവരെ, നമ്മളാകാം കാത്തിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇതാ റോബോട്ടിന്റെ ഉദ്ഘാടനത്തിനായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എവിടെ മന്ത്രി? എവിടെ ആൾക്കാർ നോക്കിയിരിക്കുന്നുണ്ടല്ലോ. ഇത് എന്താണിത്? ക്ഷമിക്കണം, കുറച്ചു നേരം പാർലമെന്റ് ആന്ന് ഓർത്തുപോയി. അല്ല സാർ, നാട്ടിലുണ്ടായിരുന്നില്ല, ഏതോ ടൂറിലൊക്കെ പറഞ്ഞിട്ടല്ലോ. ഞാൻ വേൾഡ് ടൂറിലല്ലായിരുന്നു. എന്നിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചു? അമേരിക്ക, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ആഫ്രിക്ക, മലേഷ്യ, സിംഗപ്പൂർ. എന്റെ ദൈവമേ, ഞാൻ പോകാത്തതും കാണാത്തതുമായ സ്ഥലങ്ങൾ ഇനി ഇല്ല. നിങ്ങളുടെയൊക്കെ ഭാഗ്യം. ഇനി ഏതെങ്കിലും സ്ഥലം കാണണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? ഒരു സ്ഥലവും കൂടി കാണാൻ. അതേതാണ് ആ സ്ഥലം? ഞാൻ ജയിച്ച മണ്ഡലം. ഇതേവരെ അങ്ങോട്ട് പണ്ട് പോന്നതാ. അല്ല സാറ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ടൂറ് പോണെന്നൊക്കെ പറഞ്ഞിട്ടില്ല, ഭാര്യ ഒരുമിച്ച് അടിച്ചു പൊളിച്ചാണ് ടൂറൊക്കെ പോയത്? ടൂർ പോയപ്പോ ഭാര്യനെ കൊണ്ട് പോയോ? ആ, ഒറ്റ അടിയാൻ തരും. എടാ, സദ്യ ഉണ്ണാൻ പോകുമ്പോ വല്ലവരും പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോകൂടാ. ഞാൻ ഓർത്തില്ല. അപ്പൊ സാറ് അവിടെ പോയിരുന്ന സമയമാകുമ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ഒരു പ്രകാശം കൊളുത്തിക്കൊണ്ടാണ് നമ്മളുടെ സമ്മേളനം ആരംഭിക്കുന്നത്. പ്രകാശം വരുമോ? എന്നാ ഞാൻ പോവാണ്. ഏത് പ്രകാശൻ മാഷെ? ഞാൻ ഉദ്ദേശിച്ചത് ഭദ്രദീപം. ഭദ്രനും ദീപം വരുമോ? എന്നാ ഞാനിവിടെ 10 മിനിറ്റ് നിൽക്കൂല. അല്ല മാഷെ, ഞാൻ ഉദ്ദേശിച്ചത് നിലവിളക്ക്. അമ്മ, എന്താണോ ഇത്? നിലവിളക്കാൻ പറഞ്ഞു. എന്റെ മാഷ ഒന്ന് അവിടെ പോയിരിക്കും, ഞാൻ വിളിക്കാം. ഇവിടെ ഒന്ന് പിടിച്ചിരുത്തറ. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീമതി ഏലമ്മ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏലമ്മ ടീച്ചർ, ആശംസ. ആശംസ ഏലമ്മ ടീച്ചർ. ഈ പെൺപിള്ള ആശംസക്ക് വിളിക്കണ നേരത്ത് പഞ്ചാരടിക്കാൻ. സോറി, സ്വല്പ സ്ട്രോങ് ആയി പോയി. സാരില്ല, സാരില്ല. അയ്യോ. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ, അധ്യക്ഷനെ പിടി. ഇങ്ങനെ ഒരു അധ്യക്ഷൻ. മധ്യത്തിലിരിക്കുന്ന മധ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ. അയ്യോ, എന്റെ കാലേ. സോറി. കാലാ. കാലനല്ല, ബാലൻ. ബാക്കിയുള്ള അവശിഷ്ടങ്ങളെ ഇന്ന് വേദിയിൽ നമ്മുടെ മന്ത്രി ഉൾപ്രാഷ സാറിനെ കണ്ടപ്പോൾ ചില പഴയകാല സംഭവങ്ങളാണ് ഓർമ്മ വന്നത്. എന്താണ് സംഭവം? നന്നേ ചെറുപ്പത്തിലെ തന്നെ ഈ ഇരിക്കുന്ന ഉൾപ്രാഷ സാറ് എന്നാ വികൃതിയായിരുന്നു അറിയാവോ? മഹാത്മാടിയായിരുന്നു. കുറുമ്പനായിരുന്നു, കുറുമ്പൻ. എന്താ ടീച്ചറെ തറയാവല്ലേ? ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കണ കുറുമ്പ. അങ്ങനെയുള്ള ഈ ഉൾപ്രാഷ സാറിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് സംഭവം? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ സുന്ദര സുദിനം, അതായത് മെയ് 10 റിപ്പബ്ലിക് ഡേ, അങ്ങനെ ഏതാണ്ട് കൊണ്ട് അന്നേ ദിവസം നമ്മുടെ ഇടവഴിയിലേക്ക് ഞാനിങ്ങനെ മന്ദം നടന്നു വരുമ്പോ ആ ഇടവഴിയിൽ വെച്ച് ഈ ഇരിക്കുന്ന ഉൾപ്രാഷ സാറിനെ ഞാൻ കണ്ടു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചു? ഇടവഴിയിൽ ഞാനും ഉൾപ്രാഷ സാറും മാത്രം, മറ്റാരുമില്ല. ആ വിജനമായ ഇടവഴിയിൽ വെച്ച് ഈ ഇരിക്കുന്ന ഉൾപ്രാഷ സാറിനെ തൊട്ടു. ഈ ഇരിക്കുന്ന ഉൾപ്രാഷ സാറ് അങ്ങനെ തൊട്ടില്ല എന്ന മട്ടിൽ തൊട്ട് പുറകെ വന്നിട്ട് ഈ ഇരിക്കുന്ന ഉൾപ്രാഷ സാർ എന്നെ എന്ത് ചെയ്തു? ഞാനിത് എങ്ങനെ പറയും? ഈ ഇരിക്കുന്ന ഉൾപ്രാഷ സാർ എന്നെ ഞാനിത് എങ്ങനെ പറയും? ഈ ഇരിക്കുന്ന ഉൾപ്രാഷ സാർ എന്നെ കടിക്കാൻ വന്നൊരു ചാവാലിപ്പെട്ടിയെ കല്ലെറിഞ്ഞ് ഓടിച്ചു. അങ്ങനെയുള്ള ഉൾപ്രാഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീ പീഡനം ഒഴിവാക്കുന്നതിന് വേണ്ടി മന്ത്രിക്ക് പോയിട്ട് എന്തോ അത്യാവശ്യം ടീച്ചർ അവിടെ എങ്ങാനും പോയിരിക്കും. ധൃതിയുള്ളതുകൊണ്ട് പിന്നെ പറയാം. അടുത്തതായിട്ട് റോബോട്ടിന്റെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചുകൊള്ളുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്മമാരെ, പെങ്ങന്മാരെ, മുമ്പിലിരിക്കുന്ന പിയ്യാൻ പിള്ളേരെ, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇതുപോലെ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം ഉണ്ടാക്കി ബളബളബളാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? എന്ത് സംസാരിക്കുമ്പോഴും സമാധാനപരമായിരിക്കും. പിന്നെ അതല്ലേ അതിന്റെ ശരി. ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവമാണ് ഓർമ്മ വരുന്നത്. എന്താണ് സംഭവം? അവിടെ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ ഇത് പറയുമ്പോൾ
എന്താണിത്? ക്ഷമിക്കണം, പാർലമെന്റ് ആണ് ഓർത്തു പോകും. സാർ അങ്ങനെ ഓർക്കല്ലേ, മനുഷ്യന്റെ നടുവോടിയാണ്. ആണല്ലേ? സാർ ഈ റോബോട്ടിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ മതി. ഈ നിൽക്കുന്ന വരിക്കച്ചക്കയുടെ ഉദ്ഘാടനം. വരിക്കച്ചക്കെ സാറ് റോബോട്ട്. ഈ നിൽക്കുന്ന റോക്കറ്റിന്റെ ഉദ്ഘാടനം. റോക്കറ്റ് അല്ലെന്ന് റോബോട്ട്. അതിനെ കുറിച്ച് 2 വാക്ക് പറയേ. റോബോട്ടിനെ കുറിച്ച് 2 വാക്ക് പറയണം. ആ. അങ്ങനെ പറ. ആ. പ്രിയമുള്ളവരെ, ആ. റോബോട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? 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 ആരാടോ? ദാ നിൽക്കുന്ന സാധനം എന്റെ പൊന്നോ. 5 രൂപ 10 രൂപ കാശ് മേടിച്ചാൽ കൃത്യമായിട്ട് കൊണ്ടുതരുന്ന വ്യക്തിയാണ് റോബോട്ട്. ഏത് റോബോട്ട്? പലിശക്കാരൻ റോബോട്ട്. എന്റെ പൊന്ന് സാറ്, ഇത് അതൊന്നുമല്ല. പിന്നെ? ഇത് എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്ന ഒരു യന്ത്ര മനുഷ്യനാണത്. എന്ത് ചോദിച്ചാലും സത്യം മാത്രം പറയുന്നത് എന്തോ ഉറപ്പ്? സാറിന് സംശയമുണ്ട്? സംശയമുണ്ട്. ദാ കേട്ടോ. ആ. റോബോട്ടേ, എന്തോ ആരാണ് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയേക്കണത്? മന്ത്രി ഉൽപ്പലാക്ഷൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിന്റെ സത്യം മനസ്സിലാക്കി ഈ റോബോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. റോബർട്ടേ, എന്തോ എന്റെ അച്ഛൻ ആരാണ്? താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. നുണ നുണ നുണ. എന്റെ അച്ഛൻ മരിച്ചോട്ട് 25 കൊല്ലായി. നുണയാ പറഞ്ഞത്. അയ്യോ, എന്നാ റോബോട്ടിന് എന്തെങ്കിലും അബദ്ധം പറ്റിയിരിക്കുള്ളൂ. സാർ ഒന്നുകൂടി ഒന്ന് ചോദിച്ചു നോക്കിയേ. റോബർട്ടേ, എന്തോ എന്റെ അച്ഛൻ ആരാണ്? താങ്കളുടെ അച്ഛൻ എറണാകുളം സ്റ്റാൻഡിലെ ഒരു പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. നുണയാന്ന്. എന്റെ അച്ഛൻ മരിച്ചോട്ട് 25 കൊല്ലായി. സാർ ഒന്നുകൂടി വിശദമായിട്ട് ചോദിക്കാതെ സത്യം മാത്രമേ പറയത്തുള്ളൂ. വിശദമായിട്ട് ചോദിക്കാം. വിശദമായിട്ട് സത്യം മാത്രമല്ലേ പറയൂ? ആ, അതെ. ഓക്കെ. റോബർട്ടേ, എന്തോ എന്റെ അച്ഛൻ, അതായത് എന്റെ അമ്മയുടെ ഭർത്താവ് ആരാണ്? താങ്കളുടെ അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയേ. പക്ഷേ താങ്കളുടെ അച്ഛൻ ഇപ്പോഴും എറണാകുളം സ്റ്റാൻഡിലെ പെട്ടിക്കടയിലിരുന്ന് നാരങ്ങ പിഴിയുന്നുണ്ട്. കോമഡി കാട്ടണ രാജാക്കന്മാർ പാഞ്ഞു നടക്കണം നമ്മുടെ